സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ കുറച്ച് പുതിയ കാർസൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ എനിക്കറിയാം, ഞാൻ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഏകദേശം 4 ആഴ്ചത്തോളമായി. ഒരു ടൈമിൽ എന്താ പറയുക, വീഡിയോ ഇടാനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല, അറിയില്ല, മടിയായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ വീഡിയോ ഇടാൻ കരുതി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടാണ്. അപ്പോൾ അതെ, ഞാൻ ഇപ്പം ഇന്നലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കളിച്ചപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഒരു കാർ എടുത്തു. ഈ കാറല്ല, ഈ കാർ എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ കാർ എന്താണ്, ഞാൻ വെറുതെ ഒന്ന് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ഓടിക്കാൻ നല്ല രസമാണ്. എന്താ പറയുക, മറ്റേ മാനുവലിൽ ഓടിക്കാനാണ് രസം, അപ്പോൾ ഓട്ടോമാറ്റിക്കലല്ല. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ താറ് പിന്നെ എന്താ പറയുക, ഞാൻ ഇത്തിരി അപ്ഗ്രേഡൊക്കെ ചെയ്തു സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ മറ്റേ ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. പിന്നെ നമ്മൾ വന്നേക്കുന്നത് ഈ ഒരു വണ്ടി എന്നാൽ ഡെയിലി റിവാർഡ്സിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ ഈ കാറ് ഞാൻ ഓടിച്ചിട്ടില്ല, ഓടിക്കണം. പിന്നെ കിട്ടിയത് നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചത് ഈ കാറായിരുന്നു. പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഡോഡ്ജ് ഡുറാങ്കാണ്. അപ്പോൾ SRD ആണ്, അടിപൊളിയാണ്. അപ്പോൾ പിന്നെ കിട്ടിയിട്ടുള്ളത് എന്താ പറയുക, ഈ ഒരു വണ്ടിയാണ് എടുത്തോ, ഔഡിയുടെ ഒരു വണ്ടി. ഏതാണെന്ന് എനിക്കറിയാൻ മറന്നുപോയി. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് എന്താ പറയുക, സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു എന്താ ലോങ് ഡ്രൈവൊക്കെ പോയിട്ട് എന്താ പറയുക, ഫുൾ പൊടിയായിട്ടിരിക്കണേ. പിന്നെ നമ്മുടെ വന്നതാണ് മറ്റേ എന്താ പറയുക, ഈ ഒരു വണ്ടി, മറ്റേ സിനിമയിലെ വണ്ടിയില്ലേ, അതിരടിയിൽ ആ സിനിമയിലെ വണ്ടിയാണ് ഇത്. നമ്മൾ നല്ല മോഡിഫൈ ചെയ്തെടുത്താണ്. പിന്നെ നമ്മൾ ഇന്നലെ എടുത്ത പുതിയതായിട്ട് വാങ്ങിച്ചതാണ്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് അല്ല, പുതിയതായിട്ട് വാങ്ങിച്ചാണ് ഈ മസ്താങ്. അടിപൊളിയാണ്, സെറ്റാക്കി വെച്ചേക്കണാണ്. ഇതന്നെ ഫുൾ എന്താ പറയുക, കസ്റ്റം കാര്യങ്ങളാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ കയ്യിൽ പിന്നെ വേറെ വണ്ടിയൊന്നും വന്നിട്ടില്ല, ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വേറെ എല്ലാ വണ്ടിയും ഇവിടെ തന്നെ ഉണ്ട്, ബാക്കി എല്ലാ വണ്ടിയും ഇവിടെ തന്നെ ഉണ്ട്. ഇപ്പം ഞാൻ കൂടുതൽ ഓടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല. ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് ഇപ്പോൾ കൂടുതൽ ഓടിക്കുന്നത് ഈ വണ്ടിയാണ്. പിന്നെ ഇന്നലെ ഞാൻ ഫുള്ള് ഓടിച്ചത് എന്താ പറയുക, ഈ വണ്ടിയാണ്. എന്താണെന്നറിയില്ല, ഈ വണ്ടി അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വണ്ടിയായിട്ട് വെറുതെ നമ്മളെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ കുറേ നാളായി നമ്മൾ പോയിട്ട്, അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ നമ്മളെന്താ പറയുക, അടുത്ത ദിവസം ഓൺലൈനിൽ പോകുന്നുണ്ട്. ചിലപ്പോൾ നാളെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കും. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ അടുത്ത ദിവസം പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, എൻ്റെ യൂട്യൂബിലെടുത്ത് നോക്കിയപ്പോഴത്തേക്കും നിങ്ങൾ വീഡിയോസൊക്കെ നല്ലപോലെ റീച്ച് ആവുന്നുണ്ട്, കാണുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ കാണുന്ന എന്താ പറയുക, ഒരു 60% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ നിന്ന് എന്താ പറയുക, പ്രസ് ചെയ്തിട്ട് കാണാം. അപ്പോൾ അടിപൊളിയായിരിക്കും, എനിക്കും അടിപൊളിയായിരിക്കും, നിങ്ങൾക്കും അടിപൊളിയായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, എന്താ പറയുക, മാനുവലിട്ട് ഓടിക്കാൻ. ആ സൗണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ട്രാഫിക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത്, ഇതാണ് നമ്മുടെ സൗണ്ട് കേട്ടോ ഗൈസ്. ഫസ്റ്റിലേക്കിട്ട് കൈ എടുക്കാം. എന്താണെന്നറിയില്ല, നല്ല രസമാണ് ഈ വണ്ടി, നല്ല ക്യൂട്ടാണ് വണ്ടി. ആ സൗണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ എന്താ പറയുക, മാരുതി 800 ഇല്ല, ആ ഒരു എന്താ അതിൻ്റെ ഒരു ഡ്യൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അതൊക്കെ പോലെ എനിക്ക് തോന്നുന്നത്. അടിപൊളിയാണ് ഈ വണ്ടി, എനിക്ക് എന്താണെന്നറിയില്ല, നല്ല ഇഷ്ടമാണ് ഇതിങ്ങനെ ഓടിക്കാൻ. അത്രയ്ക്ക് സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും, പക്ഷേ എന്താ പറയുക, ഓടിക്കാൻ അടിപൊളിയാണ്. എന്താ പറയുക, നോട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാൻ അടിപൊളിയാണ്. കണ്ടോ, നിങ്ങളിതൊന്ന് നോക്ക്, അടിപൊളിയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നേക്കണത് എന്താ റൈറ്റ് ഹാൻഡ് സൈഡ് ഡ്രൈവാണ് വന്നേക്കണത്. ബാക്കിയെല്ലാം എന്താ പറയുക, സെയിം ആണ്. പിന്നെ കുറേ പ്രീമിയം കാർസിന് പോലും ഇല്ലാത്തൊരു
ഫീച്ചറിൽ വന്നിട്ടുണ്ട്. കാരണം അത് ഇവിടെ ഒരു സ്ക്രീനൊക്കെ മാപ്പിനും കാര്യങ്ങളൊക്കെ എല്ലാം കാണാനായിട്ട് സ്ക്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളിയാണ്. നല്ല രസമാണ് ഗൈസ് ഇത് ഓടിക്കാൻ. നിങ്ങളുടെ ഈ വണ്ടി ഇല്ലെങ്കിലും നിങ്ങളിത് എന്താ പറയുക എന്നിട്ട് ഇത് വാങ്ങിച്ചിട്ട് എന്താ പറയുക ജസ്റ്റ് ഇതേപോലെ വേറെ ഒന്നും ചെയ്യണ്ട. എന്താ പറയുക ഏതിലൊരു ചെറിയൊരു എന്താണ് എൻജിനിൽ കയറ്റിട്ട് ഇങ്ങനെ ഓടിച്ചൊക്കെ അടിപൊളിയാണ്. അധികം പണിയും കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ജസ്റ്റ് എന്താ പറയുക ഇതേപോലെയൊക്കെ മോഡിഫൈ ചെയ്തെടുക്കും. അടിപൊളിയാണ്. എനിക്ക് ഇത്രയും നാൾ ഈ വണ്ടി അത്രയ്ക്ക് ഇഷ്ടമൊന്നും ആയിരുന്നില്ല. പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല ഈ 2 ദിവസമായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് അങ്ങനെ ബാക്കിൽ നിന്ന് അത്രയ്ക്ക് എന്താ പറയുക അത്രയ്ക്ക് ലുക്കും കാര്യങ്ങളില്ലെങ്കിലും എന്താ പറയുക സൈഡിൽ നിന്ന് നോക്കിയാണ്. പിന്നെ ഫ്രണ്ടിൽ നിന്നാണ് ഏറ്റവും ലുക്ക്. ഈ ഒരു വ്യൂ ആണ് എനിക്ക് ഏറ്റവും അടിപൊളിയാണ്. അടിപൊളി എന്താ പറയുക ഡ്രൈവും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പോയായിരുന്നു. കഴിഞ്ഞ ദിവസമല്ല കുറച്ച് ദിവസമായി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടിപൊളിയായിട്ട് എന്താ പറയുക നമ്മൾ ഒരു ട്രിപ്പും കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് നമുക്ക് പോവാം ഒരു ട്രിപ്പ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ സിറ്റിയിലേക്ക് പോവാം. ഇതുണ്ടോ നമുക്ക് ജസ്റ്റ് എന്തായാലും ഒന്ന് പയ്യെ ഇതിൻ്റെ ഗിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമുക്ക് ഗിയർ ചെയ്യാൻ പറ്റും. എന്താ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ മാറ്റി നൈസായിട്ട് ഓടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഓട്ടോമാറ്റിക് കാറാണോ ഇഷ്ടം അല്ലെങ്കിൽ മാനുവൽ കാറാണോ ഇഷ്ടമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതുണ്ടോ ഇപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കാണ് പറയുകയാണെങ്കിൽ കൂടുതൽ പറയുകയാണെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കിൽ എനിക്ക് ഫുൾ ഓടിക്കാൻ പോണത്. എന്താ വീടില്ലാത്ത സമയത്ത് മാത്രമേ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മാനുവലിൽ ഓടിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ മാനുവൽ ആണ് പറയുകയാണെങ്കിൽ ഞാൻ ഫുൾ മാനുവലിലേക്ക് ഓടിക്കാൻ പോകുന്നത്. ഇതുണ്ട് അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടി സ്പീഡിലൊക്കെ കയറുന്നുണ്ട്. അത്രക്ക് മാക്സ് സ്പീഡും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വണ്ടി അടിപൊളിയാണ്. ജസ്റ്റ് എന്താ പറയുക ഇങ്ങനെ ഓടിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ കയറിയൊരു കാറും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ കയ്യിൽ ഇത്രയും കാർസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഗിവ് അവേ നമ്മൾ ഇത്തിരി നാളത്തേക്ക് നിർത്തി വെച്ചേക്കണേന്ന്. അപ്പോൾ അത് ഈ കാറുണ്ടോ ഈ ഒരു M2 ഇതാണ് നമ്മൾ അടുത്തായിട്ട് ഗിവ് അവേ ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ എന്താ പറയുക ഇതിൽ ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ഇതാണ്ടോ എല്ലാം ഫുൾ ട്യൂൺഡാണ് ഈ വണ്ടി. അപ്പോൾ ഇതിൻ്റെ HP കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതുണ്ടോ അത്ര HP കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലപോലെ കസ്റ്റം ചെയ്തിട്ടാണ് ഇത് പ്രൈസ് വന്നേക്കണത് എന്താ പറയുക റിയൽ മണിയാണ്. ഏകദേശം എന്താ പറയുക 300 രൂപയുടെ അടുത്താണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത് നമ്മളെന്തായാലും ഗിവ് അവേക്ക് വിന്നറിന് കൊടുക്കണേക്കും. അപ്പോൾ കാർന്ന് പറഞ്ഞിട്ട് BMW എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിന് ഞാൻ ഇത് എന്തായാലും കൊടുക്കണേക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല, മറ്റേ അയാൾ ഗിവ് അവേ വിന്നറായിട്ട് അയാൾ വരാത്തതുകൊണ്ടാണ് നമ്മൾ ആ കാറ് ലേറ്റ് ആയത്. എന്തായാലും നമ്മൾ ആ കാറ് ഇപ്പോൾ കൊടുക്കുന്നില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വിൽക്കാൻ പോകണേ. അപ്പോൾ ഈ കാർ എന്തായാലും നമ്മൾ ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് ഈ കാറായിരിക്കും ഗൈസ് നോക്കി വെച്ചോ. പിന്നെ നിങ്ങൾ പറയണ പോലെ എന്താ പറയുക കസ്റ്റമും കാര്യങ്ങളും ഇനിയും ഞാൻ ചെയ്യുന്നതായിരിക്കും. വേണമെങ്കിൽ ലൈറ്റിൻ്റെ കളറൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിയൊക്കെ കൊടുക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ വീൽസും കാര്യങ്ങളൊക്കെ എന്താ പറയുക അലോയ്സും കാര്യങ്ങളൊക്കെ മാറ്റാം. വേറെ എന്താണെങ്കിലും നമുക്ക് ചെയ്തു തരാം. അപ്പോൾ ഫ്ലാഗും കാര്യങ്ങളും എനിക്ക് വേണമെങ്കിൽ വെക്കാം. പിന്നെ ഞാൻ പ്ലേറ്റ് ഇപ്പോൾ ഇടുന്നില്ല. നിങ്ങളുടെ കസ്റ്റം പ്ലേറ്റ് വേണമെങ്കിൽ ഞാൻ ചെയ്തുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത എന്താ പറയുക ഗിവ് അവേ കാർ. ഇതൊരു അടിപൊളി കാറാണ്. ഞാൻ അതിൻ്റെ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാറാണ്. കുഴപ്പമില്ല. ഞാൻ ഗിവ് അവേ കൊടുക്കാൻ കാരണം ഞാൻ ഒട്ടിപ്പോൾ ഓടിക്കാറില്ല ഇത്. പിന്നെ നിങ്ങൾക്ക് ഗിവ് അവേ തരാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ എന്താ പറയുക ഈ കാറിന് നമ്മളെന്തായാലും ഗിവ് അവേ കൊടുക്കാം. ഇതിൻ്റെ ലൈറ്റ് എനിക്കറിയില്ല ചെയ്യാൻ പറ്റുമെന്ന്. ഈ ഹെഡ് ലൈറ്റ് അത് ഞാൻ വേണമെങ്കിൽ നോക്കാം. പിന്നെ ഇത് ഫുൾ കസ്റ്റം ഞാൻ തന്നെയാണ് ചെയ്തത്. വേറെ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളും ഞാൻ തന്നെയാണ് ഫുള്ളും ചെയ്തത്. ഈ എന്താ എംപവർന്ന് എല്ലാം എഴുതിയേക്കണം. അപ്പോൾ നമ്മുടെ ഒരു വേറെ അത് കണ്ടിട്ട് ഞാൻ കൊടുക്കാൻ പോണ എന്താ പറയുക ചിലപ്പോൾ നമ്മുടെ
എനിക്കറിയില്ല, ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ M4 കൊടുക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഫുള്ളായിട്ട് അറിഞ്ഞില്ല, ഞാൻ ചിലപ്പോൾ M4 ആയിരിക്കും കൊടുക്കാൻ പോകാൻ ഈ ഗിവ് അവേ കഴിഞ്ഞിട്ട് ചിലപ്പോൾ. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, മസ്താങ് കൊടുക്കും. മസ്താങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയല്ലേ കാശ്, ഞാൻ അത് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, നാളെ കമാറോ അപ്പോൾ അത് കൊടുക്കാം. പിന്നെ ഔഡി ഉണ്ട്. M5 ഞാൻ എന്തായാലും കൊടുക്കുന്നില്ല കാശ്. പിന്നെ ഈ കറി ഞാൻ എന്തായാലും അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ ഗിവ് അവേ വെക്കുന്നതായിരിക്കും. കാരണം എൻ്റെ HP കാര്യങ്ങൾ നിങ്ങൾ നോക്കാം, അടിപൊളിയാണ്, ഭയങ്കര സ്പീഡാണ്. ഇതുണ്ടോ, ട്യൂണിങ് ഫുൾ കംപ്ലീറ്റഡ് ആണ്, മാക്സ് ട്യൂണിങ് ആണ് ഇത്. ഫുൾ ഞാൻ എന്താ പറയുക, അപ്ഗ്രേഡാണ്, എല്ലാ കാര്യവും അപ്ഗ്രേഡാണ്, അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഇത് ഞാൻ ഓടിക്കുന്നില്ല, ഒട്ടും ഞാൻ ഇത് ഓടിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ ആകെ ഓടിക്കുന്നത് 1 or 2 കാർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഇപ്പോൾ ഗിവ് അവേ വെക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെ കുറേ ഗിവ് അവേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കണ്ട. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.